ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഒരുപാട് മനപ്പായസം നിങ്ങളുണ്ടു. ലീഗിനേക്കാൾ ശക്തമായി UDF-ൽ ഇല്ലാത്ത നിങ്ങൾ ലീഗിന് വേണ്ടി വാദിച്ചു. പക്ഷെ അതെല്ലാം നനഞ്ഞ പടക്കമായി എന്ന ആശാഭംഗം നിങ്ങൾക്കുണ്ടോ ഇന്ന്? ഞങ്ങൾ ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഈ രാജ്യത്തിൻ്റെ ഭാവി നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാണുന്നത്. ഇന്ന് ഇന്ത്യക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. അതാവട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭങ്ങളിൽ കുറേ കൂടി ശക്തിപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ള നിലയുണ്ട്. എന്നാൽ ആ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണ നീക്കങ്ങളോട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് ക്രിയാത്മകമായല്ല പ്രതികരിക്കുന്നത്. അവർക്ക് ഹിന്ദു വോട്ട് ഒരു കാരണവശാലും കുറയാൻ പാടില്ല എന്ന വികാരം വെച്ചുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇത് ഈ വർഗീയവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതിഗുരുതരമായ വിപത്തിലേക്ക് അവരെ നയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതിൽ ഏറ്റവും ഏറെ ഗൗരവത്തോടെ ഇടപെടാൻ ബാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പാർട്ടി. എന്നാൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കകത്ത് ഇവിടെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തോട് എല്ലാ സന്ദർഭങ്ങളിലും വഴങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ് ലീഗിനെ സംബന്ധിച്ചുണ്ടാവുന്നത്. അത് ബാബരി പള്ളി പൊളിക്കുന്ന സന്ദർഭത്തിലായാലും അതുപോലെ തന്നെ രഥയാത്രയുടെ സന്ദർഭത്തിലായാലും മറ്റു ഒട്ടനവധി വിഷയങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ അവസാനം സ്വന്തം അഭിപ്രായം വിഴുങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ് ലീഗിന് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. 3ാം സീറ്റ് എന്ന് പറയുന്ന ആവശ്യം ഈ അടുത്ത കാലത്തായിട്ട് ലീഗ് ഉന്നയിച്ചതല്ല, എത്രയോ കാലങ്ങളായിട്ട് ലീഗ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തെ 62 മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം CPM ഏറ്റെടുക്കുന്നത് എന്തിന്? അല്ലെ, ഞങ്ങളിപ്പോഴും മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ലീഗിന് 3 സീറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഏറെ ഇവിടെ ഇത്തരം ഹിന്ദു പ്രീണന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനോട് എല്ലാ കാലത്തും വഴങ്ങുന്ന ഒരു നിലപാട് അത് ലീഗിന്റെ അണികൾക്ക് തന്നെ വലിയ വിയോജിപ്പുള്ള കാര്യമാണ്. അല്ലല്ല, അത് രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്ന്, ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശക്തി മറ്റൊന്ന്. അതിലൂന്നി നിന്നുകൊണ്ട് അല്ലല്ല, ഒരു സെക്കൻഡ്, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ ശക്തിയുടെ ബലം നിങ്ങൾ അളന്നു നോക്കി. 6 സീറ്റ് വരെ നിങ്ങൾ അനുവദിക്കുകയും ചെയ്തു. 2ൽ ലീഗ് തൃപ്തിപ്പെടുകയാണ്. അപ്പോൾ ലീഗിൻ്റെ ശേഷിക്കുറവ് ഈ രൂപത്തിൽ ഇതിനകത്ത് ഒരു അദൃശ്യ കക്ഷിയായി ചേർന്നുകൊണ്ട് കോൺഗ്രസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത വിപരീതമായ പങ്കാളിത്തമാണോ CPM-നുള്ളത്? അല്ല, നിങ്ങൾ സമീപകാല കേരള രാഷ്ട്രീയം പരിശോധിക്കുക. ഇപ്പോൾ ഇവിടെ നവകേരള സദസ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനോട് സഹകരിക്കണം എന്നുള്ള ശക്തമായിട്ട് അഭിപ്രായം ലീഗിനകത്തുണ്ടായിരുന്നു. ലീഗിൻ്റെ ചില നേതാക്കന്മാർ തന്നെ ആ കാര്യം സംബന്ധിച്ച് പരസ്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പലസ്തീനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രമാണ്. ഇവിടെ ലീഗ് പറയുന്നു സിറ്റിംഗ് MP-മാർ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, അതുകൊണ്ട് ഒരു 3ാം സീറ്റ് കൊടുക്കാൻ കഴിയില്ല. അതിനോട് ലീഗ് വഴങ്ങുന്നു. അതിനകത്ത് CPM-ന്റെ നിലപാടെന്താണ്? ലീഗിന്റെ ഈ പ്രതികരണം വിശ്വാസയോഗ്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഈ മൃദു ഹിന്ദുത്വത്തോട് ലീഗ് വഴങ്ങുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അധികമായ കാരണം എന്താണ്? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാലാകാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനതാ പറഞ്ഞത്. പലസ്തീൻ ഇഷ്യൂവിൽ കോൺഗ്രസിന് വഴങ്ങിയാണ് തീരുമാനം മാറ്റിയത് എന്ന് ലീഗ് പരസ്യമായിട്ട് പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നിലപാടല്ല ലീഗിനുള്ളത്. ഈ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങൾ പരിശോധിക്കുക, ലീഗിന് കോൺഗ്രസ് നിലപാടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വഴങ്ങേണ്ടി വരുന്ന ലീഗ് ഇത്തവണ ആ ഒരു വഴങ്ങൽ ഉണ്ടാവില്ല എന്നാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളൊക്കെ എന്താ വ്യക്തമാക്കുന്നത്? ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ 3ാമത്തെ സീറ്റ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകും എന്നാണല്ലോ ഇപ്പോൾ അവർ പറയുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റ് 2 വരാനുണ്ട്. 2ാമത്തെ സീറ്റ് ലീഗിൻ്റെ സീറ്റാണ്. ആ സീറ്റ് ലീഗിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ.
അപ്പൊ പിന്നെ ലീഗിന് എന്താ ഇതില് ഏത് നിലക്കുള്ള വഴങ്ങലാണ്? ശരി, അതിന് ലീഗിന്റെ പ്രതിനിധി പറയട്ടെ. ഒരു കാര്യം കൂടി പ്രകാശൻ മാസ്റ്റർ, ഈ അല്ലല്ല ഒരു സെക്കൻഡ് ഈ പൊന്നാനിയും മലപ്പുറവും വെച്ചുമാറിയത് രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണെന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വെച്ചു മാറുന്നതിനൊക്കെ കാര്യം അവർ തന്നെ പറയേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലീഗാണ് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരുപാട് ആഴ്ചകളായിട്ട് എന്തിനാണ് ലീഗ് ഈ നിലക്ക് മസിൽ പിടിച്ചത്? ഇങ്ങനെയായിരുന്നു തീരുമാനമെങ്കിൽ ഈ മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒറ്റ സെക്കൻഡ് എനിക്ക് ബൽറാമിലേക്ക് പോകുന്നതിന് മുമ്പ് യോഗം ചേരുന്നു. ഒരു സെക്കൻഡ്, ശ്രീ ഷംസുദ്ദീൻ ഇഞ്ച് മുന്നോട്ട് പോയില്ലല്ലോ. അല്ലല്ല, ആ മസിൽ പിടുത്തത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് പ്രകാശൻ മാസ്റ്റർക്ക് മറുപടി നൽകൂ. അല്ല, ഇത് വളരെ ക്ലിയർ അല്ലേ. ഈ ജൂണിൽ വരുന്ന രാജ്യസഭാ സീറ്റ് 3-ാം സീറ്റിന് പകരമായിട്ട് തന്നെയാണ് UDF സംവിധാനത്തിൽ ലീഗിന് ലഭിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിലവിലുള്ള MP പുറമെ രാജ്യസഭയിൽ ഒരാൾ കൂടി ഉണ്ടാകും. പിന്നീട് ഇവിടെ കേരളത്തിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത് 2026 2 കൊല്ലം കഴിഞ്ഞിട്ട്. അതും അപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ഒഴിവാകുന്ന ഒരാൾ ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ് അദ്ദേഹമാണ്. അപ്പോൾ ആ ഒഴിവ് വരുമ്പോഴുള്ള ധാരണ എന്ന് പറയുന്നത് അന്ന് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. സാഹചര്യം എന്താവുമെന്ന് പറയാൻ കഴിയില്ല. അന്ന് ഭരണകക്ഷിയാണെങ്കിൽ UDF ഭരണകക്ഷിയാണെങ്കിലും ആരാണോ ഭരണകക്ഷി അവർക്ക് 2 സീറ്റും പ്രതിപക്ഷത്തിന് 1 സീറ്റും. അതാണ് കേരളത്തിൽ 3 സീറ്റ് ഒഴിവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി. അങ്ങനെയാണെങ്കിൽ അവിടെയും കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ 2 സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 2 സീറ്റ് ലീഗും കോൺഗ്രസ് ഓരോന്ന് എന്നുള്ളത് തന്നെയാണ് ധാരണ. അല്ല, അവിടെയാണ് പ്രകാശ് മാഷ് പറയുന്നത്. അപ്പോ നിലവിലുള്ള അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അധികമായി എന്ത് കിട്ടിയെന്നാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു. കിട്ടിയില്ലേ? ഞങ്ങൾക്ക് രാജ്യസഭയിൽ ഇപ്പോൾ ഒരാളാണ് ഉള്ളത്. ഈ 2026 വരെ തന്നെ 2 ആളായി. ഞങ്ങൾക്ക് ഈ ജൂണിൽ വരുന്ന അംഗത്തോടു കൂടി 2026 വരെ ആയി. 2026 ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നമുക്ക് പറയാൻ കഴിയില്ല. ശരി, ഞാൻ അതിലേക്ക് വരാം. ശരി, രാജ്യസഭയിലല്ലോ ഇപ്പൊ നമ്മുടെ അടിയന്തര വിഷയം. ശ്രീ VT ബൽറാം.